ഹലോ ഗായ്സ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഫൈനലാണ് ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. പിച്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാറ്റ്സ്മാനെ ഫേവർ ചെയ്യുന്ന രീതിയിലാണ് പിച്ച് റെഡിയാക്കിയിരിക്കുന്നത്. ആവറേജ് ടോട്ടൽ എന്ന് പറയുന്നത് 200 പ്രതീക്ഷിക്കാവുന്നത്. ഇരു ബാറ്റ്സ്മാൻമാർക്കും റണ്ണടിച്ച് കൂട്ടാവുന്ന രീതിയിലാണ് പിച്ച് റെഡിയാക്കിയിരിക്കുന്നത്. സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ത്യ 7 റൺസിൻ്റെ വിജയമായിരുന്നു സെമിയിൽ സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ന്യൂസിലാൻഡ് ആകട്ടെ അവരുടെ ഓപ്പണർമാരുടെ പ്രകടന മികവ് കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ 2 ടീമുകൾക്കും സെമിയിലെത്താൻ മറ്റ് ടീമുകളുടെ ഫലത്തെ ആശ്രയിക്കേണ്ട ആവശ്യം വന്നിരുന്നു. എന്നാൽ ഇതിൽ ന്യൂസിലാൻഡ് ടീമിന് പാകിസ്ഥാൻ ടീമിൻ്റെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസിലാൻഡ് സെമിയിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബാറ്റിങ്ങിലെ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് കാണാനും ബോളിങ്ങിലെ ബൂംറയുടെ മാസ്മരിക ബോളിംഗ് കാണാനുമാണ് ആരാധകർ ഏറെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിനെ ആശങ്കയിലാക്കുന്ന 2 കാര്യങ്ങളാണ് ഫോമിലല്ലാത്ത അഭിഷേക് ശർമ്മയും മികച്ച എക്കോണമിയിൽ എറിയാൻ സാധിക്കാത്ത ചക്രവർത്തിയുടെ ബോളിങ്ങുമാണ് ഇന്ത്യൻ ടീമിനെ ഏറെ ആശങ്കയിലാക്കുന്ന 2 കാര്യങ്ങൾ. ന്യൂസിലാൻഡ് ടീമിൻ്റെ ശക്തി അവരുടെ ഓപ്പണേഴ്സാണ്. അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ടൂർണമെൻറ്റിൽ ഉടനീളം അവർ നല്ല ഇന്നിങ്സുകളാണ് കാഴ്ചവെച്ചത്. അവരുടെ ഇന്നിങ്സ് ഇന്ത്യക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. എന്തായാലും നല്ലൊരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചരിത്രം ആവർത്തിക്കുമോ അതോ ഇന്ത്യ കപ്പിൽ മുത്തമിടുമോ എന്ന് നമുക്ക് ഇന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.